ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് എനിക്ക് ചെറിയൊരു തലവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ ഫോണിക്കൊന്നും നോക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അതുകൊണ്ടായിരുന്നു വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ കൂട്ടുകാരൊന്നും മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കണേ. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം ഇന്നേക്ക് തലവേദനയൊക്കെ മാറിയിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ അടുക്കളയിൽ വന്ന് ദോശയും പുട്ടും കൂടിയാണ് ഇന്ന് ചായക്ക് കടി. അപ്പോൾ ഇന്ന് കുറച്ച് ദോശമാവും ഉണ്ടായിരുന്നു, കുറച്ച് പുട്ടിനുള്ള പൊടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിട്ട് രണ്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേശ്ശെ ആവുമ്പോൾ രണ്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ പുട്ടുണ്ടാക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ദോശ അടുപ്പത്ത് വെച്ചതാണ്. അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ വെന്ത് ചോറൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നാളികേരം ചിരകിയെടുക്കുകയാണ് കേട്ടോ. ഉപ്പേരിക്കുള്ള നാളികേരമാണ് ചിരകിയെടുക്കുന്നത്. അപ്പോൾ ഉപ്പേരി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കുറച്ച് കറുത്തല്ലേ പപ്പായ, അത് അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞത് ഇങ്ങനെ ഉപ്പേരി വെക്കണേക്കാളും നല്ലത് നമ്മളെ ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ എന്താ പറയുക, നമ്മളെ ക്യാബേജ് തോരനൊക്കെ വെക്കൂലേ അതേപോലെയാവും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ വെക്കെഴുതിയിട്ട് ചോപ്പറിലിട്ട് വലിച്ച് അങ്ങനെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചോറൂറ്റലൊക്കെ കഴിഞ്ഞു. റേഷനരിയാണ് രാവിലെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ദോശ ചുടൽ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ദോശ ചുടുകയാണെങ്കിൽ അതന്നെ ചുട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കാനൊന്നും നമുക്ക് പറ്റൂല കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ധൃതിയാവൂലേ. എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാവും. മക്കളെ സ്കൂളിലേക്ക് വിടണം, കെട്ടിയന്മാരെ പണിക്ക് പറഞ്ഞയക്കണം, അല്ലെങ്കിൽ ഓഫീസിൽ പോണവരാണെങ്കിൽ ഓഫീസിലേക്ക് പറഞ്ഞയക്കണം. പിന്നെ വീട്ടമ്മമാരായാലും ജോലിക്ക് പോണ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ പോകണം. അങ്ങനെയുള്ള മനസ്സിൽ ഓരോ കണക്കുകൂട്ടലുകളാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള പണികളാവും ചെയ്യുക. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാവുകൊണ്ട് എന്നാലും എനിക്ക് ഓരോ കണക്ക് കൂട്ടലാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും അടുത്തത് വെക്കണം, അല്ലെങ്കിൽ അടുത്തത് എടുക്കുമ്പോൾ മറ്റേത് എടുക്കണം, ഓരെന്നെ സമയത്ത് പറഞ്ഞയക്കണം, അവർക്ക് ചായ കൊടുക്കണം. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും ഓരോ മനസ്സിൽ ഓരോ കണക്ക് കൂട്ടലുകളല്ലേ. അതേപോലെ തന്നെയാണ് എനിക്കും രാവിലെ. അപ്പോൾ അതാ ദോശ ചുടൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞല്ലേ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അപ്പം ഇനി ഒന്നായിട്ട് കുന്നുകൂടണ്ട വിചാരിച്ചിട്ട് പാത്രങ്ങൾ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയർ വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ദോശ ചുടൽ കഴിയട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണം, ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ചെറുപയറൊക്കെ കടുക് ഇട്ടല്ല വറക്കലുള്ളത് കേട്ടോ. ഇവിടെ അധികം ഉള്ളിയിട്ട് വറവിടുന്നതിനോടാണ് കൂടുതൽ ഇഷ്ടം. കടുക് ഇട്ട് വറക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, തോരൻ പോലെയൊക്കെ വെക്കുകയാണെങ്കിൽ മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കൂലേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കടുക് ഇട്ട് വറക്കുക. അല്ലാത്തതിലൊക്കെ ഉള്ളിയാണ് കൂടുതലായിട്ടും ഇഷ്ടം. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകൊണ്ട്, കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് അതിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. കടുകിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിക്ക് തന്നെയാണ്. അപ്പോൾ ഇതാ ചെറിയ ഉള്ളി ഞാനൊന്ന് മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എപ്പോഴും ഉപയോഗിക്കലുള്ളത്. ഓയിൽ എന്ന് പറഞ്ഞ സാധനം എപ്പോഴെങ്കിലുമൊക്കെ കൊണ്ടുള്ളൂ കേട്ടോ. ഓയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്താ പറയുക, മയോണൈസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കണം, അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഓയിൽ കൊണ്ടുവരിക. അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ അധികം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണതാണെന്നാണ് നല്ലതെന്ന് എല്ലാവരും പറയും കേട്ടോ. ഒക്കെ കേടന്നെയാണ് എങ്ങനെ നോക്കിയാലും. വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ തെങ്ങുമെന്ന നാളികേരം ഇട്ട് നമ്മൾ വെട്ടി ഉണക്കി അത് ആട്ടി കൊണ്ടുവരുമ്പോൾ അത് നല്ലതായിരിക്കും, അതിലൊരു മായം ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ കടയിൽ നിന്ന് എത്ര നമ്മൾ നല്ലതാണ് എന്ന് പറഞ്ഞ് വാങ്ങിയാലും അതിലെന്തെങ്കിലുമൊക്കെ ഒരു മായം ഇല്ലാതിരിക്കൂല കേട്ടോ. നമ്മൾ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയും കടയിൽ നിന്ന് വാങ്ങിയതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ സ്മെല്ലിനാണെങ്കിലും കളറിനാണെങ്കിലും ഒക്കെ നല്ല വ്യത്യാസം തന്നെയാണ്. അതിനിപ്പോൾ കറിയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിലും അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ ആട്ടിയതാണെങ്കിൽ ഒരു ഇത്തിരി മതി, ഇത്തിരി ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു നാടൻ വെളിച്ചെണ്ണേൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, ആ ഒരു ടേസ്റ്റും കിട്ടും. നേരെ മറിച്ച് മറ്റേതാണെങ്കിൽ എത്ര ഒഴിച്ചാലും അതിങ്ങനെ വെളിച്ചെണ്ണയിൽ മുങ്ങി കിടക്കുന്നല്ലാതെ അതിന് അത്ര വലിയൊരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നൂല. പക്ഷേങ്കിൽ എല്ലാവർക്കും ഒന്നും തെങ്ങും തേങ്ങയൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വാങ്ങല്ലാതെ നിവർത്തിയില്ല. അപ്പോൾ ഇവിടെയും തന്നെ വാങ്ങലാണ്. വീട്ടിൽ നിന്ന് വീട്ടുകാണ്ടൊക്കെ ആട്ടുമ്പോൾ തരലുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ തെങ്ങുള്ളവരൊക്കെ ആട്ടുമ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് തരലുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ മിക്കവാറും വാങ്ങൽ തന്നെയാണ്. പിന്നെ അതാ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ആ ഒരു ചോപ്പറിലിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു കറുത്ത, അതായത് പപ്പായ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് തട്ടിപ്പൊത്തി ആവിയിലാണ് വേവിക്കുന്നത്. ഇനിയിപ്പോൾ അതിക്കൊരു അരവ് റെഡിയാക്കണം. അരവ് എന്ന് പറഞ്ഞാൽ കാന്താരി, അതേപോലെ തന്നെ അല്ലെങ്കിൽ പച്ചമുളക് എടുക്കുക, പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നാളികേരം കൂടിയാണ് ഞാൻ അതിലേക്ക് ചതച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിന്ന് വെള്ളക്കാന്താരി ഇല്ലേ, അതും പച്ചമുളകും കൂടിയാണ്, രണ്ടും കൂടിയാണ് മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ക്യാബേജ് തോരനൊക്കെ വെക്കുന്ന അതേപോലെ ആയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ചോറുക്ക് ഈ ഒരു ഉപ്പേരി മാത്രം മതി, അത്രയും ടേസ്റ്റാണ്.
അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ടാണ് കേട്ടോ. വലുതായിട്ടാണെങ്കിൽ അത് വേറെ ടേസ്റ്റാണ്, ഇങ്ങനെയാകുമ്പോൾ വേറെ ടേസ്റ്റാണ്. പിന്നെ ആ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ വേഗം ഒരു തക്കാളിക്കറി ഉണ്ടാക്കുകയാണ്. അപ്പം എൻ്റെ തക്കാളിക്കറി ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവട്ട് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി അതിങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും കുറച്ചധികം വേണം കേട്ടോ, ചെറിയ ഉള്ളിയും വേണം. സവോളയിൽ ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നലില്ല, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ രസമായിട്ട് തോന്നലുള്ളത്. അപ്പോൾ പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഓവറായിട്ട് ചേർക്കരുത്, ഒരു പാകത്തിനൊക്കെ വേണം കേട്ടോ. പിന്നെ അതിലേക്ക് 2 തക്കാളി, 2-3 പച്ചമുളകൊക്കെ കീറിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് അവിയിൽ കിടന്ന് ഒന്നോട് വാടട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് സമയം അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ അതിലേക്ക് വാളംപുളീൻ്റെ വെള്ളമല്ലേ, അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീനില്ലാത്ത മീൻകറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. തക്കാളിക്കറിയെന്നോ മീനില്ലാത്ത മീൻകറിയെന്നോ അങ്ങനെയൊക്കെ വിളിക്കാം ഈ ഒരു കറീനെ. പിന്നെ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ നമുക്കത് വാങ്ങി വയ്ക്കാം കേട്ടോ. ശരിക്കും ഈ ഒരു കറിയിൽ 2 മീനും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആവട്ടോ, നല്ല അടിപൊളി മീൻ കറി ആവും എന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ അതിക്ക് നാളികേരം ഒഴിച്ച് പറഞ്ഞെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും ഞാനിവിടെ ഒരു കുഞ്ഞു തക്കാളി കറിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തലേ ദിവസം കുറച്ച് മീൻ കൊണ്ടുവന്നിരുന്നു, ഉണക്കമീനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പച്ചമീനൊക്കെ ഭയങ്കര വിലയാണ്, പിന്നെ അത്ര ടേസ്റ്റും ഇല്ല. അപ്പോൾ ഉണക്കമീൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കുറച്ചധികം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഞാനൊരു ഇത്തിരി എടുത്തിട്ട് വറുത്തിരുന്നു. അപ്പോൾ അതെന്തായാലും ഇല്ല കേട്ടോ, ഏട്ടന് കൊടുത്തയക്കും വേണം, അതിനുണ്ടാവില്ല. അപ്പം ഞാൻ മുഴുവനായിട്ടും അതൊക്കെ ഒന്ന് നന്നാക്കി വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലോണം കഴുകി ഒരു പാത്രത്തിലിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് പാത്രത്തിലിട്ട് വെക്കുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലാതെ എടുത്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ കുറച്ചെടുത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി കുരുമുളക് പൊടി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. പിന്നെ ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉണക്കമീനിൽ അത്യാവശ്യം നല്ല ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ടേക്കുകയും അല്ലെങ്കിൽ പേപ്പറുകൾ മുറിച്ചിട്ടിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും അതവിടെ വറുത്തെടുക്കുകയാണ്. പിന്നെ ഇതാ ഏട്ടന് ചായ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശയും ചെറുപയറും ഉണ്ട്. അപ്പോൾ ചെറുപയർ കറിയൊക്കെ ഇങ്ങനെ ലൂസായിട്ട് വേണം കേട്ടോ അവിടെ. പിന്നെ പുട്ടും തലേദിവസം വൈകുന്നേരം പഴം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പഴവും പഞ്ചസാരയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടന് പുട്ടും പഴവും പഞ്ചസാരയാണ് കൂടുതലായിട്ടും ഇഷ്ടം. ദോശയ്ക്ക് ചട്നി ആണെങ്കിലാണ് ഒന്നും കൂടി ഇഷ്ടം കേട്ടോ. ചട്നി ആണെങ്കിൽ പിന്നെ പുട്ട് അവിടെ വെച്ചിട്ട് വേഗം ദോശയും ചട്നിയും തിന്നും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ചെറുപയർ കറിയല്ലേ, അപ്പോൾ ഏതായാലും എനിക്ക് പുട്ട് മതി എന്ന് പറഞ്ഞിട്ട് പുട്ടും പഞ്ചസാരയും പഴവും കൂടി കഴിക്കുകയാണ് കേട്ടോ. പാൽച്ചായയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏട്ടനെ പറഞ്ഞയച്ച് ചോറൊക്കെ ആക്കി ഓരെ വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതാക്കണ നമ്മളെ നന്ദൂനൊന്ന് പുറപ്പെടിയിച്ചു കേട്ടോ. ഓനെ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ചായ കൊടുക്കാതിരുന്നിട്ടുള്ളത്. അപ്പം ഇന്ന് കുറച്ച് നേരത്തെ പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല, അന്നൊക്കെ സിമ്പിളായിട്ടുള്ളതായിരിക്കും വേണമെങ്കിൽ, എന്താണെന്നറിയില്ല. ദോശയാണെങ്കിലും പുട്ടാണെങ്കിലും ഒക്കെ എളുപ്പമായിരുന്നു. കറികളും തന്നെ വല്ലാതെ അങ്ങോട്ട് മല്ലിക്കെട്ടിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പേരിക്കും തന്നെ തലേ ദിവസം അരിഞ്ഞു വെച്ചിരുന്നു. പിന്നെ അതും ചോപ്പറിലിട്ട് വലിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ടൊക്കെ എനിക്കറിയില്ല, പണികൾ പെട്ടെന്ന് ഒരുങ്ങി കേട്ടോ. പിന്നെ അടിച്ചു വാരി അതിൻ്റെ ഇടയ്ക്ക് തുടക്കലും കഴിഞ്ഞു. നന്ദുവിന് ചായ കൊടുത്തപ്പോൾ തന്നെ ഞാനും ഉണ്ട് ചായ കുടിച്ചു കേട്ടോ. അപ്പം അനുമോക്ക് ഏതായാലും നല്ല മാറ്റം തന്നെയാണ്. എന്നാലും സ്കൂളിൽ വിടാനായിട്ടില്ല, കുറച്ച് കഴിയട്ടെ. ഒരു 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് വിട്ടാൽ മതി എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പകരുന്നൊരു അസുഖം ആവുകൊണ്ടേ, അഥവാ കുട്ടികൾക്കൊക്കെ പകർന്നാലോ സ്കൂളിലേക്കൊന്നും അങ്ങനെ വിടാൻ പറ്റൂല എന്ന് ഡോക്ടറും പറഞ്ഞു, ടീച്ചറും പറഞ്ഞു കേട്ടോ. പിന്നെ എന്താ ഞാൻ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് എല്ലായിടും ഒന്ന് തുടച്ചിടുകയാണ്. അപ്പം ഇന്ന് നന്ദുവിനെ കൊണ്ടേക്കാൻ പോയപ്പോഴേക്കും അടിക്കലും തുടക്കലും തിരുമ്പലും എല്ലാ പണികളും കഴിഞ്ഞിരുന്നു. 10 മണിക്കാണ് ഞാനിവിടുന്ന് പോവുക കേട്ടോ. അപ്പോഴേക്കും എല്ലാ പണികളും കഴിഞ്ഞിരുന്നു. ചില ദിവസം അതൊന്നും ഒരുങ്ങൂല. പിന്നെ ഞാൻ നന്ദുവിനെയും കൊണ്ട് പോയി. അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്